ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിംഗ് ബഡ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4th സ്റ്റാൻഡേർഡിലെ ബിയോണ്ട് ഫിയർ എന്ന ചാപ്റ്ററിൻ്റെ ഫുൾ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആക്ടിവിറ്റി 1. The fireman gave an award to Dilna. She became very happy. She wrote her feelings in the diary. What would be her diary entry? ദിൽനയ്ക്ക് ഫയർമാൻ ഒരു അവാർഡ് നൽകി. അത് ലഭിച്ചപ്പോൾ അവൾക്ക് വളരെ ഹാപ്പിയായി. അപ്പോൾ അന്നത്തെ ദിവസത്തെ അവളുടെ ഒരു ഡയറിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഡയറിയിലെ ഡേറ്റും ഡേയും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. I became a real hero today. ഞാൻ ഇന്ന് ശരിക്കും ഒരു ഹീറോ ആയി. ബിക്കോസ് ഐ സേവ്ഡ് മൈ മദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫയർമാൻ. കാരണം ഞാൻ ഇന്ന് എൻ്റെ അമ്മയെ ഫയർമാൻ്റെ ഹെൽപ്പോടു കൂടി രക്ഷിച്ചു. മൈ ബ്രദർ ആൻഡ് ഐ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് വെൻ ഇൻ സഡൻലി റെയിൻഡ്. ഞാനും എൻ്റെ അനിയനും കൂടി വീടിൻ്റെ പുറകുവശത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. വെൻ ഇറ്റ് റെയിൻഡ് വി റാൻ ഇൻസൈഡ് ദി ഹൗസ്. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. മൈ ബ്രദർ ഐസക് കാൾഡ് ദി മദർ. എൻ്റെ അനിയൻ ഐസക് അമ്മയെ വിളിച്ചു. ബട്ട് ദർ വാസ് നോ റീപ്ലൈ. പക്ഷെ എന്താണ്, റീപ്ലൈ ഒന്നും ലഭിച്ചില്ല. വി വെൻ ടു ദി ലിവിങ് റൂം. ഞങ്ങൾ ലിവിങ് റൂമിലേക്ക് പോയി നോക്കി. ഷീ വാസ് ലൈയിങ് ഓൺ ദി ഫ്ലോർ. അമ്മ ലിവിങ് റൂമിൻ്റെ നിലത്ത് കിടക്കുകയായിരുന്നു. ഐ കാൾ ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. ഞാൻ പതുക്കെ അവരെ വിളിച്ചു നോക്കി, അതുപോലെ കുലുക്കി നോക്കുകയും ചെയ്തു. ബട്ട് ഷീ ഡിഡിൻ മൂവ്. പക്ഷെ എന്താണ്, അമ്മ എഴുന്നേൽക്കുന്നില്ല. ദെൻ ഐ കാൾഡ് 101, ദി എമർജൻസി നമ്പർ. പിന്നീട് ഞാൻ 101 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു. ദാറ്റ്സ് ദി നമ്പർ അറ്റ് ദി ഫയർ സ്റ്റേഷൻ. അത് ഫയർ സ്റ്റേഷനിലെ നമ്പറാണ്. ഐ ടോൾഡ് ദം ടു സേവ് മൈ മദർ. ഞാൻ അവരോട് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ആഫ്റ്റർ എ വൈൽ 2 ഫയർമാൻ അറൈവ്ഡ് ഫ്രം ദി ഫയർ സ്റ്റേഷൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫയർ സ്റ്റേഷനിൽ നിന്നും 2 ഫയർമാൻ വന്നു. ദേ ഗേവ് മൈ മദർ ഫസ്റ്റ് എയ്ഡ്. അവരെൻ്റെ അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് നൽകി. സഡൻലി മൈ മദർ ഗോട്ട് അപ്പ്. പെട്ടെന്ന് എൻ്റെ അമ്മ എഴുന്നേറ്റു. ദി ഫയർമാൻ അപ്രീഷിയേറ്റഡ് മീ ആൻഡ് സെഡ്, യു ആർ ദി റിയൽ ഹീറോ. ഫയർമാൻ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് ശരിക്കുമുള്ള ഹീറോ. ബട്ട് ഐ ഡിഡിൻ റിയലി ലൈക്ക് എ ഹീറോ. പക്ഷേ എനിക്ക് ശരിക്കും ഒരു ഹീറോ ആയിട്ടൊന്നും തോന്നിയില്ല. ഐ വാസ് ജസ്റ്റ് ഗ്ലാഡ് ദാറ്റ് മൈ മദർ വാസ് സേഫ്. എൻ്റെ അമ്മ സുരക്ഷിതയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ താങ്കിങ് മൈ ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനോടാണ് നന്ദി പറയുന്നത്. ബിക്കോസ് മൈ ഗ്രാൻഡ് മദർ ടോട്ട് മീ ദ ഗെയിം ഓഫ് കാളിംഗ് ദ എമർജൻസി നമ്പർ. കാരണം എൻ്റെ ഗ്രാൻഡ് മദറാണ് എനിക്ക് എമർജൻസി നമ്പറിലേക്ക് വിളിക്കുന്ന ഗെയിം പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറിയിൽ എഴുതേണ്ടത്. ആക്ടിവിറ്റി 2. Read the following sentences and check whether they are true or false. Color the appropriate boxes. താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദിൽന ആൻഡ് ഐസക് വർ പ്ലേയിങ് ഇൻ ദ ലിവിങ് റൂം. ദിൽനയും ഐസക്കും പ്ലേയിങ് റൂമിലാണ് കളിച്ചിരുന്നത്. അതെന്താണ്, തെറ്റാണ്. അത് ഫാൾസ് ആണ്. അവർ ശരിക്കും എവിടെയാണ് കളിച്ചിരുന്നത്? ബാക്ക് യാർഡ് ഇൻ ദി ഹൗസ്. വീടിൻ്റെ പുറകുവശത്താണ് കളിച്ചിരുന്നത്. നെക്സ്റ്റ്, ദി ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെയർ അപ്പ്. ദിൽനയുടെ അമ്മയ്ക്ക് ഫയർമാൻ കുറച്ച് വെള്ളം നൽകി. എന്തിനാണ്? എഴുന്നേൽക്കാൻ വേണ്ടി. ഇത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. അപ്പോൾ നമുക്കവിടെ ട്രൂ എന്ന് കൊടുക്കാം. നെക്സ്റ്റ്, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ദി മദർ. ദിൽന അവളുടെ അമ്മയോടൊപ്പം കളിക്കുന്ന ഗെയിമാണ് ഓർമ്മിച്ചെടുത്തത്. ശരിയാണോ തെറ്റാണോ? അത് ഫോൾസ് ആണ്, തെറ്റാണ്. ദിൽന അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പമാണ് ഗെയിം കളിച്ചിരുന്നത്. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയ്ക്ക് ഫയർ സ്റ്റേഷനിൽ നിന്നും ഒരു അവാർഡ് ലഭിക്കുന്നതിനുള്ള ക്ഷണം ലഭിച്ചു. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണല്ലേ, അത് ശരിയാണ്. ദിൽന ഓവർകം ദി എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ദിൽന അവളുടെ കഴിഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പഠിച്ചത്. അത് ശരിയാണോ തെറ്റാണോ? അതെന്താണ്? ഫോൾസ് ആണ്. ദിൽനയ്ക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പഠിഞ്ഞത്
ദിൽനയുടെ ഗ്രാൻഡ് മദറുമായുള്ള ഗെയിമിൽ നിന്നുമാണല്ലേ, ഗ്രാൻഡ് മദർ പഠിപ്പിച്ചു കൊടുത്ത ഗെയിമിൽ നിന്നുമാണ്. ഇനി ഈ ഒരു ആക്ടിവിറ്റിയുമായി നമുക്ക് വേറൊരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട്. കറക്റ്റ് ദ ഫോൾസ് സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ആ തെറ്റായ സെൻറ്റൻസിനെ എല്ലാം കറക്റ്റാക്കിക്കൊണ്ട് താഴെ തന്നിരിക്കുന്ന ഈ ഒരു സ്പേസിൽ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ആ സെൻറ്റൻസിനെ ശരിയാക്കി എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ദിൽന ആൻഡ് ഐസക് വെർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ദിൽനയും ഐസക്കും അവരുടെ വീടിൻ്റെ പുറകുവശത്താണ് കളിച്ചിരുന്നത്. ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ദിൽന അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പം കളിച്ചിരുന്ന ഗെയിം ഓർത്തെടുത്തു. ദിൽന ഓവർകെയിം ദി എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദ ഗെയിം ഹെർ ഗ്രാൻഡ് മദർ ടോട്ട് ഹെർ. ദിൽന ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്തത് അവളുടെ ഗ്രാൻഡ് മദർ പഠിപ്പിച്ചു കൊടുത്ത ഗെയിമിൽ നിന്നുമാണ്. ഇനി നമുക്ക് തേർഡ് ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് റീഡ് എ നോട്ടീസ്. താഴെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോട്ടീസ്, ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ GLPS ശ്രീപുരം ഓൺ 12th January 2025 at 2 PM. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഈ നോട്ടീസിൻ്റെ ഹെഡിങ് എന്താണ്? ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. അതായത് ഒരു ചെറിയൊരു കുട്ടീനെ അനുമോദിക്കുന്നതിനുള്ള ഒരു ചടങ്ങാണ്, അതിനുള്ള നോട്ടീസാണ് ഇത്. അത് നടക്കുന്നത് GLPS ശ്രീപുരം എന്ന സ്കൂളിലാണ്. എന്നാണ് ഡേറ്റ് നോക്കൂ, 12th January അല്ലേ, അതായത് 2025 January 12 സമയം 2 PM, ഉച്ചയ്ക്ക് 2 മണിക്ക്. വെന്യൂ, വേദി എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, we are happy to invite you to a special program to honor Shruti, the recipient of the Ujjwala Bhalyam Award for developing a learning app for self-study. The program will be inaugurated by the Honorable Minister of Education. ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ശ്രുതി എന്ന ഒരു കുട്ടിക്ക് അവാർഡ് നൽകാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസാണ് ഇത്. ആ ഒരു അവാർഡിൻ്റെ പേര് ഉജ്ജ്വല ബാല്യം അവാർഡ്. എന്തിനാണ് ആ കുട്ടിക്ക് അവാർഡ് നൽകിയത് നോക്കൂ. ഫോർ ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി ഒരു ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്തു, അതിനുള്ള അവാർഡാണ് ആ കുട്ടിക്ക് ലഭിച്ചത്. ഇനി ഈ ഒരു പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്തത് ആരാ നോക്കൂ. ദി പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ആൾ ആർ വെൽക്കം ടു ദി പ്രോഗ്രാം. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നോട്ടീസിൻ്റെ താഴെ പ്ലേസും ഡേറ്റും തന്നിട്ടുണ്ട്. പിന്നെ ഹെഡ് മാസ്റ്റർ GLPS ശ്രീപുരം. ഈ ഒരു നോട്ടീസ് നമ്മളെ ക്ഷണിക്കുന്നത് ആരാണ്? ഈ നോട്ടീസിലൂടെ ഹെഡ് മാസ്റ്റർ GLPS ശ്രീപുരം. GLPS ശ്രീപുരം എന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഇനി ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോട്ടീസ് അബൌട്ട്? എന്തിനെ കുറിച്ചുള്ള നോട്ടീസ് ആണ് ഇത്? അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? ദ നോട്ടീസ് ഈസ് അബൌട്ട് ഹോണറിങ് ശ്രുതി, ദ റെസിപ്പിയൻ്റ് ഓഫ് ഉജ്ജ്വല ബാല്യം അവാർഡ് ഫോർ ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി ഒരു ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്ത ഉജ്ജ്വല ബാല്യം അവാർഡ് കരസ്ഥമാക്കിയ ശ്രുതിക്ക് വേണ്ടിയുള്ള അനുമോദന ചടങ്ങാണ് ഈ നോട്ടീസിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ്? ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. ഇതായിരുന്നു ടൈറ്റിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? ഈ പ്രോഗ്രാം എവിടെയാണ് നടക്കാൻ പോകുന്നത്? GLPS ശ്രീപുരം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വെൻ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? എപ്പോഴാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്? ആൻസർ 12th January 2025 at 2 PM. 2025 January 12 ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്, ഉച്ചയ്ക്ക് 2 മണിക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വിൽ ഇനാഗുറേറ്റ് ദി പ്രോഗ്രാം? ഈ പ്രോഗ്രാം ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ദി ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ദിൽന ബിക്കം എ ഹീറോ. ഷി വാസ് ഇൻവൈറ്റഡ് ടു ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി പ്രോഗ്രാം. അതായത് ദിൽനയെ ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിലേക്ക് അവാർഡ് നൽകുന്നതിനായി ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു നോട്ടീസാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വേദിയും അതുപോലെ ആരൊക്കെയാണ് ഗസ്റ്റ് എന്നതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. വെന്യൂ ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ, ഡേറ്റ് 10th July 2025, ടൈം
10 AM, ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി ആ ഒരു നോട്ടീസിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് എഴുതാം. നമുക്ക് നോട്ടീസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് ഹെഡിങ് എന്താണ്? നോട്ടീസ് ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. ലിറ്റിൽ ഹീറോയിനുള്ള അനുമോദനം എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെന്യൂ, ഡേറ്റ്, പിന്നെ ചീഫ് ഗസ്റ്റ് ആരാണെന്നൊക്കെ നമ്മൾ നേരത്തെ ആ ഒരു ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ അവിടെ എഴുതാം. ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ അവാർഡ് സെറമണി ടു ഹോണർ ദിൽന, ദ സൂപ്പർ ഹീറോ. ഷീ വിൽ ബി റിസീവിംഗ് ആൻ അവാർഡ് ഫോർ ബ്രേവ് ആക്ഷൻസ്. ദി പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദി ഡിസ്ട്രിക്ട് കളക്ടർ. ഈ ഒരു നോട്ടീസിൽ എന്താ പറയുന്നത് നോക്കൂ. അതായത് ദിൽന എന്ന പെൺകുട്ടിക്ക്, ഒരു സൂപ്പർ ഹീറോ ആയ ദിൽന എന്ന പെൺകുട്ടിക്ക് ഞങ്ങൾ ഒരു സ്പെഷ്യൽ അവാർഡ് കൊടുക്കുകയാണ്. ആ ഒരു സെറിമണിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അവൾക്കുള്ള അവാർഡ് എന്തിനാണ് നൽകുന്നത്? അവളുടെ ധീരമായ പ്രവൃത്തികൾക്കുള്ള അവാർഡാണ് നൽകുന്നത്. അതുപോലെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ നോട്ടീസിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. ദി ഫയർമാൻ ഹെൽപ്ഡ് ദിൽനാസ് മദർ വേക്കപ്പ്. ദിൽന വിഷ്ഡ് ടു താങ്ക് ദം. ഷി മെയ്ഡ് എ കാൾ ടു ദി ഫയർ സ്റ്റേഷൻ. Enact the conversation between Dilna and the lady officer in the class. Then write the conversation between Dilna and the officer. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിൽന ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് അവളുടെ അമ്മയെ രക്ഷിച്ചതിന് താങ്ക് യു പറയാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ദിൽനയും ഫയർ ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ദിൽനയും ഫയർ ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത്. അതിൽ ഫസ്റ്റ് 2 ഡയലോഗ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ദിൽനയാണ് പറയുന്നത്. ഹലോ മാഡം, ഐ ആം ദിൽന കാളിംഗ് ഫ്രം ചെറുവപ്പാടി. ദിൽന ഫയർ ഓഫീസറെ വിളിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ ദിൽനയാണ്, ചെറുവപ്പാടിയിൽ നിന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഫയർ ഓഫീസർ എന്താ പറഞ്ഞത് നോക്കൂ. ഓ, ഐ റിമെമ്പർ യു. ഹൗ ആർ യു ദിൽന? ഓ, ഞാൻ നിന്നെ ഓർക്കുന്നു. നിനക്ക് എങ്ങനെയുണ്ട്? ഇതിനു ശേഷമുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു അല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ദിൽന, ഐ എം ഫൈൻ മാഡം. ദിൽന പറഞ്ഞു, എനിക്ക് സുഖമാണ്. അപ്പോൾ ഫയർ ഓഫീസർ എന്താ പറയുന്നത് നോക്കൂ. ഓക്കെ, വൈ ഡിഡ് യു കാൾ നൗ? ഓക്കെ, ഇപ്പോൾ നീ എന്തിനാണ് വിളിച്ചത്? ദിൽന, താങ്ക് യു വെരി മച്ച് ഫോർ സേവിങ് മൈ മദർ. ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദാറ്റ് ഡേ. എൻ്റെ അമ്മയെ രക്ഷിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഫയർ ഓഫീസർ, വി ഡിഡ് അവർ ഡ്യൂട്ടി ദിൽന. യു റിയലി സേവ്ഡ് യുവർ മദേഴ്സ് ലൈഫ്. യു ആർ വെരി ബ്രേവ് ഗേൾ. ദിൽന, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. നീയാണ് ശരിക്കും നിൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത്. നീ ശരിക്കും ഒരു ധൈര്യശാലിയായ പെൺകുട്ടിയാണ്. ദിൽന, താങ്ക് യു സോ മച്ച് മാഡം. മൈ ഗ്രാൻഡ് മദർ ടോട്ട് മീ ദ എമർജൻസി നമ്പർ. എനിവേ, താങ്ക് യു അഗെയിൻ മാഡം. ദിൽന വീണ്ടും താങ്ക് യു പറഞ്ഞു. എൻ്റെ ഗ്രാൻഡ് മദറാണ് എനിക്ക് ഒരു എമർജൻസി നമ്പർ പഠിപ്പിച്ചു തന്നത്. ഓക്കെ, യു ക്യാൻ കാൾ ദിസ് നമ്പർ ഇൻ എനി എമർജൻസി സിറ്റുവേഷൻ. ഓക്കെ, ബൈ. അപ്പോൾ എന്താണ് ഫയർ ഓഫീസർ പറഞ്ഞത്? നിനക്ക് എന്തൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാം. ഇതാണ് ദിൽനയും ഫയർ ഓഫീസറും തമ്മിൽ നടന്ന കോൺവെർസേഷൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോ സം എമർജൻസി സിറ്റുവേഷൻസ്. ഐഡൻറ്റിഫൈ ദി സിറ്റുവേഷൻസ്. താഴെ ചില എമർജൻസി സിറ്റുവേഷൻസിൻ്റെ പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. ഇത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് എന്ന് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഫസ്റ്റ് പിക്ചർ നോക്കൂ. അതൊരു തീപിടുത്തമാണല്ലേ. അപ്പോൾ തീപിടുത്തത്തെ നമുക്ക് ഫയർ എക്സ്പ്ലോഷൻ എന്ന് പറയാം. രണ്ടാമത്തെ പിക്ചറിൽ ഒരു വാഹനാപകടമാണ്. അതിന് നമുക്ക് എങ്ങനെ പറയാം? റോഡ് ആക്സിഡൻറ്റ്. നെക്സ്റ്റ് പിക്ചർ ഒരു ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിക്കുന്നതാണ്. ആ സിറ്റുവേഷനെ ഗ്യാസ് എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത്. ഫോർത്ത് പിക്ചർ നോക്കൂ. ഒരു പെൺകുട്ടി വെള്ളത്തിൽ മുങ്ങുകയാണ്. അതിനെ ഡ്രോണിങ് ഇൻ വാട്ടർ എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കൂ. എന്താണ് ഇവിടെ പറയുന്നത്? വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്? റൈറ്റ് ദം ബിലോ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന മറ്റ് എമർജൻസി സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ചില എക്സാമ്പിൾസ് പറയാം. എർത്ത് കേക്ക്, അതായത് ഭൂമികുലുക്കം. ഫ്ലൂഡ്, വെള്ളപ്പൊക്കം. റോബറി മീൻസ് കവർച്ച. ഇലക്ട്രിക് ഷോക്ക്, അതായത് ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്നുമെല്ലാം ഷോക്ക് ഏൽക്കുന്നത്. ആക്ടിവിറ്റി 6. റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി.
Dilna and her brother were playing in the backyard. She ran to the door and opened it. ദിൽനയും ഐസക്കും ചേർന്ന് വീടിൻ്റെ പുറകുവശത്ത് കളിക്കുകയാണ്. അവൾ ഡോറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അത് തുറന്നു. ലുക്ക് അറ്റ് ദി വേർഡ്സ് അണ്ടർലൈൻഡ്. ദേ ആർ നെയിമിംഗ് വേർഡ്സ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ വേർഡ്സിനെ കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? എന്തിനായിരിക്കും ഇതിങ്ങനെ അണ്ടർലൈൻ ചെയ്തത്? അതിനെ നെയിമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെയോ ഒരു പ്ലേസിനെയോ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പേരിനെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അതൊരു നൗൺ ആണ്. നൗൺ വേർഡ്സ് ആണ് നെയിമിംഗ് വേർഡ്സ്. നെയിമിംഗ് വേർഡ്സ് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. നെയിമിംഗ് വേർഡ്സ് എന്നാൽ ആളുകൾ അല്ലെങ്കിൽ പ്ലേസസ്, ആനിമൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതിനെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. ഈ ഒരു സ്റ്റോറിയിൽ നിന്നും കൂടുതൽ നെയിമിംഗ് വേർഡ്സ് കണ്ടെത്തി ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില നെയിമിംഗ് വേർഡ്സ് നോക്കാം. ദിൽന, ഐസക്, മദർ, ബാക്ക്യാർഡ്, ഗ്രാൻഡ് മദർ, ഫയർ സ്റ്റേഷൻ, ഫോൺ, കുക്കീസ്, ടേബിൾ, ഫയർമാൻ, എക്സെട്ര. ഇതുപോലെ കുറേ അധികം നെയിമിംഗ് വേർഡ്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ലഭിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചേഴ്സ് നോക്കി അവയ്ക്ക് വരുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതണം. ദിൽന ഈസ് സ്കിപ്പിംഗ്. ഐസക് ഈസ് ക്ലൈംബിംഗ് ദി ട്രീ. ദിൽന ഈസ് റീഡിംഗ് ദി ബുക്ക്. ദേ ആർ റണ്ണിംഗ് ഫാസ്റ്റ്. ദേ ആർ വാച്ചിങ് ദി TV. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8. The following events from the story Little Hands, Big Courage are jumbled. Arrange the events in the correct order. അതായത് ഈ ഒരു സ്റ്റോറിയിലെ ചില ഇവൻറ്റ്സ് കറക്റ്റ് ഓർഡറിലല്ല തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കറക്റ്റ് ഓർഡറിൽ വരിക എന്ന് നോക്കാം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ were playing in the backyard. അതാണ് ഫസ്റ്റത്തെ. സെക്കൻഡ് വൺ, they spotted a plate of cookies on the table. Third, Dilna rushed to her mother and shook her gently. Fourth, she ran to the phone and dialed 101. Fifth, 2 firemen rushed into the house. Sixth, the mother smiled at the firemen and thanked them. 7, Dilna was invited to the fire station to receive an award. അപ്പോൾ ബിയോണ്ട് ഫിയർ എന്ന ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു പോയവും അതുപോലെ ഒരു പിക്ചർ സ്റ്റോറിയും വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.